കോഴിക്കോട് പാളയം മാർക്കറ്റിൽ വഖഫ് ബോർഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് ഒഴിയണം. ഞങ്ങൾ 37 വർഷമായി ഇവിടെ. വഖഫിന്റെ പേര് പറഞ്ഞാണ് വഖഫാണ് ഒഴിപ്പിക്കുക. ഇന്നലെ ഒഴിപ്പിന് ശേഷം അവർക്ക് തന്നെ കൊടുക്കും. അവരത് സ്വകാര്യ വ്യക്തി കൊടുക്കും. അവർക്ക് വേണ്ട പണമാണ് ഭൂമാഫിയ വേണ്ടി എന്ന് പറഞ്ഞ് ഒഴിപ്പിക്കുകയും, എന്നാൽ ഇന്ന് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളെ കാണുമ്പോൾ 2.5 വർഷത്തിന് ശേഷം ഇവിടെ യാതൊരു കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചിട്ടില്ല. ഇന്ന് അത് പിന്നീട് ചില സ്വകാര്യ കമ്പനികൾക്ക് മറച്ചു വെക്കുകയാണ് ചെയ്തത്. നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വഖഫ് നിയമത്തെ കുറിച്ചുള്ള ആശങ്കകളും ആകുലതകളും കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് 100-ലധികം കുടുംബങ്ങളെ വഖഫ് ബോർഡ് വഖഫ് നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുടിയിറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു വാർത്ത കോഴിക്കോട് നിന്ന് മറുനാടൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ വഖഫ് ബോർഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തകളിലേക്കാണ് ഇന്ന് മറുനാടൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടം മൂസ ഹാജി എന്ന വ്യക്തിയുടെ പേരിലുള്ളതായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നാണ് കടയുടമകൾ എല്ലാവരും ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1 വർഷം മുമ്പ് ഈ മൂസ ഹാജി എന്ന വ്യക്തി ഈ കെട്ടിടം പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ യത്തീംഖാനയ്ക്ക് സൗജന്യമായി നൽകി എന്നൊരു അറിയിപ്പാണ് ഇവിടെയുള്ള വ്യാപാരികൾക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇവർക്ക് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് ലഭിക്കുന്നത്. അടിയന്തരമായി തങ്ങൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് വഖഫ് ബോർഡിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിട്ടുള്ള നോട്ടീസ്. ഇതുമായി ബന്ധപ്പെട്ട ഈ വ്യാപാരികൾ എല്ലാവരും തന്നെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, തങ്ങളെ ഫലമായി ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടാണ് ഇവിടെയുള്ള വ്യാപാരികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ഈ വ്യാപാരികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയല്ല, മറിച്ച് നവീകരണത്തിന് വേണ്ടി ഈ കെട്ടിടം ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെയുള്ള അധികൃതർ പറയുന്നത്. അപ്രകാരം നവീകരണത്തിന് വേണ്ടി ഒഴിപ്പിക്കുകയാണെങ്കിൽ എന്തിനാണ് തങ്ങളെ പൂർണ്ണമായും കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്? തങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നവീകരണം നടത്തിക്കൂടെ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെയുള്ള വ്യാപാരികൾ ചോദിക്കുന്നത്. മാത്രവുമല്ല, ഇതിന് പരിസരത്ത് തന്നെയുള്ള, അതായത് നിലവിൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്നതിന് പരിസരത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലം ഇപ്രകാരം തന്നെ പള്ളിയുടെയും വഖഫിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഒഴിപ്പിക്കുകയും വ്യാപാരികൾക്ക് ആ സമയത്ത് തങ്ങൾ നവീകരിച്ചതിന് ശേഷം അവിടെ തന്നെ സ്ഥലം തരാമെന്ന് അറിയിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് സ്വകാര്യ കമ്പനിക്ക് മറച്ചുവിറ്റ ഒരു ദുരനുഭവം ഉണ്ട് എന്നുള്ളതും വ്യാപാരികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന കെട്ടിടത്തിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 37 വർഷമായിട്ട് ഈ കെട്ടിടത്തിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കബീർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആശങ്കകൾ മറുനാടനോട് പങ്കുവെക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ചെല്ലാം. 1987 ഞങ്ങൾ ഇവിടെ നമ്മളെ വാപ്പ ഈ ഷോപ്പ് വാങ്ങുന്നത്, സ്ഥാപനം വാങ്ങിയ ശേഷം അന്ന് ഈ മൂസാജി വേങ്ങര എന്ന ആളോടാണ് സ്ഥാപനം വാങ്ങി. ഈ ബിൽഡിംഗ് മൊത്തം വാങ്ങിയിട്ട് അത് അവര് 2023 യത്തീംഖാനക്ക് ദാനമായി കൊടുക്കുന്നവര്. ഇപ്പൊ എല്ലാം ദാനമാണ് പ്രശ്നം. പക്ഷെ ദാനമായിട്ട് ആയിരിക്കില്ല, അത് വിറ്റതായിരിക്കും. ഇപ്പൊ ഭൂമാഫിയന്റെ ഇടപെടലുകളുടെ പ്രശ്നങ്ങൾ കുറെ. അപ്പൊ അവര് യത്തീംഖാനക്ക് കൊടുത്തു. യത്തീംഖാന പറഞ്ഞു ഞങ്ങളോട് പെട്ടെന്ന് ഒഴിയണം. ഞങ്ങൾ 37 വർഷമായി ഇവിടെ പെട്ടെന്ന് ഒഴിയണം. ഞങ്ങൾ പറഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാണ്, കാരണം ഒയ്യാൻ കഴിയും, ഞങ്ങൾ അവിടെ പോകും, വേറെ അത് നടക്കൂല. ഞാൻ അവരോട് പറഞ്ഞു എന്റെ വൈഫ് വാക്കറിന്റെ മുകളിലാണ്, എനിക്ക് 3 പെൺകുട്ടികളാണ്, ഞാൻ 3-മുക്കാൽ സ്ഥലത്താകുമ്പോൾ താമസം. അത് നിങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ പെട്ടെന്ന് പുറത്തു പോകാൻ എന്താ ചെയ്യാം, വളരെ ബുദ്ധിമുട്ടല്ലേ, അത് ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അത് പറഞ്ഞവർ പോയാൽ പിറ്റേന്ന് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ഞങ്ങൾക്ക് വരും. വഖഫ് ബോർഡിന്റെ കീഴാ നോട്ടീസ്. കാരണം വഖഫ് ബോർഡ് എല്ലാവരും വഖഫ് ബോർഡ് കാണിച്ചിട്ടാണ് പേടിപ്പിക്കുന്നത്. സൈനുദ്ദീൻ എന്ന സെക്രട്ടറി വളരെ മോശമുള്ള ഒരാളാണ്. കാരണം കണ്ണു ചോരല്ലാതെ ഒരു മനുഷ്യൻ. മുൻപുള്ള സെക്രട്ടറി പറഞ്ഞ് നിങ്ങൾക്ക് നിലം നിർത്തിയും കൊണ്ട് റിപ്പോർട്ട് ചെയ്ത് തരാം, മേലെ സീറ്റിടാം ഒക്കെ പറഞ്ഞാൽ. ഇവിടെ പ്ലാനും പോലും കിട്ടൂല. ടൗൺ സിറ്റിയിൽ അവർ പ്ലാൻ പാസ്സാക്കിയിട്ടുണ്ട്, പ്ലാൻ പോലും കിട്ടൂല. ഇപ്പൊ ഞങ്ങള് അത് വയ്യില്ല എന്ന് പറഞ്ഞപ്പോ കോടതിയിലും സമീപിച്ചിട്ടുണ്ട്, കേസുകളാണ്. ഇപ്പൊ അവര് മുൻപിലൊരു സ്ഥലമുണ്ട്, എല്ലാവരും ഇതേപോലെ 8 നില കെട്ടിടാം, ഇതേപോലെ എല്ലാവരും പിന്നെ പള്ളി എടുക്കാനാണ് എല്ലാവരും ഒയ്യണം നാട്ട് ഒഴിഞ്ഞിട്ട് കുറെ ആൾ കണ്ണീര് കുടിച്ചിട്ട് ഒഴിഞ്ഞു പോയി. അതായത് റൂം കൊടുക്കാന്ന് പറഞ്ഞതാ. പിന്നെ അവർ വിറ്റത് നമ്മളെ സ്വകാര്യ വ്യക്തിക്കാണ്. ആ സ്വകാര്യ വ്യക്തി വേറെ ആൾക്ക് വിറ്റ് അവരെല്ലാം ഇപ്പൊ ബുദ്ധിമുട്ടായി നടക്കുക. മുസ്ലിംസിന്റെ ധർമ്മസ്ഥാപനങ്ങളെല്ലാം ഈ മദർസകളൊക്കെ വഖഫില് രജിസ്റ്റർ ചെയ്യും. വഖഫിന് പേര് പറഞ്ഞാണ് വഖഫാണ് ഒഴിപ്പിക്കുക. ഇന്നലെ ഒഴിപ്പിച്ച ശേഷം അവർക്ക് തന്നെ കൊടുക്കും. അവരത് സ്വകാര്യ വ്യക്തിക്ക് വിൽക്കും. ഇത് സ്വകാര്യ വ്യക്തി വിൽക്കാനുള്ള എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിലുള്ള ബിൽഡിങ്ങിന്റെ ആൾക്ക് ഈ റൂം വേണം, അതിനുള്ള സംഗതി. അപ്പൊ ഇവിടെ പഴയ സ്ഥാപനമാണോ പുതിയ ആണോ മതം നോക്കാതെ അവർക്ക് വേണ്ട പണമാണ് ഭൂമാഫിയ. ഫോണിന് കൈമാറുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. യത്തീംഖാനൊക്കെ ദാനം കൊടുത്തത് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ദാനം കൊടുത്ത് ഞങ്ങൾ അറിയണ്ടേ. പിന്നെ യത്തീംഖാന ഞങ്ങളോട് ഒഴിയാണെന്ന് പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ വഖഫിന് നോട്ടീസാണ് വരുന്നത്. നിങ്ങൾ ഒഴിഞ്ഞാൽ നിങ്ങളെ കാലാവധി കഴിഞ്ഞതാണ്. ഞങ്ങൾ ആകെ ഡിപ്രഷനായി. എന്ത് ചെയ്യാനാ, എവിടെ പോകും? പ്രേക്ഷകർക്ക് എന്റെ മുൻപിൽ ഒരു വലിയ പറമ്പ് കാണാം. ഉദ്ദേശം 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ബഹുനില കെട്ടിടം ഉണ്ടായിരുന്നു.
എന്നാൽ നമ്മൾ മുൻപ് പറഞ്ഞ അതേ യത്തീംഖാനക്കാര് ഇത് പള്ളിക്ക് വേണ്ടിയാണ്, പുതിയ പള്ളി നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന കടമുറികളെല്ലാം ഒഴിപ്പിക്കുകയും ആ ബഹുനില കെട്ടിടം ഇടിച്ചു നിരത്തുകയും ചെയ്തു. ആ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് പുതിയ കടമുറികൾ അനുവദിച്ചു തരാം, ഇവിടെ പുതിയ കെട്ടിടം വരാൻ വേണ്ടി പോവുകയാണ്, അതിന്റെ ഭാഗമായിട്ടൊരു പള്ളി ഉണ്ടാവും, നിങ്ങൾക്ക് പുതിയ കടമുറികൾ നിങ്ങൾക്ക് ഞങ്ങൾ അനുവദിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അത് യത്തീംഖാനക്കാര് അത് ഒഴിപ്പിക്കുകയും പള്ളിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒഴിപ്പിക്കുകയും, എന്നാൽ ഇന്ന് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളെ കാണുമ്പോൾ 2.5 വർഷത്തിന് ശേഷം ഇവിടെ യാതൊരു കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചിട്ടില്ല. ഇന്ന് അത് പിന്നീട് ചില സ്വകാര്യ കമ്പനികൾക്ക് മറച്ചു വെക്കുകയാണ് ചെയ്തത് എന്നിവിടെയുള്ള വ്യാപാരികൾ ആരോപിക്കുന്നുണ്ട്. ഇന്നത് പല വിധത്തിലുള്ള കമ്പനികളുടെ കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമായിട്ട് എന്ത് ചെയ്യാണ് ഉപയോഗിച്ചു വരികയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇവിടെയുള്ള പ്രദേശങ്ങളിലുള്ള വ്യാപാരികൾക്ക് ആശങ്ക. തങ്ങളെ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ കടകൾ നവീകരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് തങ്ങളെ ഒഴിപ്പിക്കുമ്പോഴും ഭാവിയിൽ ഇതുപോലെ എന്താ പറയുക വഖഫ് ബോർഡിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളെ ഒഴിപ്പിക്കുമ്പോൾ ഭാവിയിൽ ഇത് സ്വകാര്യ വ്യക്തികൾക്ക് മറച്ചു വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു ആശങ്കയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയുള്ള വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത്. എന്തൊക്കെയായാലും ഈ വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആശങ്കകൾ മാറ്റിക്കൊടുക്കേണ്ടത്, ഇത്തരത്തിലുള്ള ആശങ്കകൾ തിരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് തന്നെയാണ് ഇവിടെയുള്ള വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം, അതായത് തങ്ങളെ ബലമായിട്ട് തങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല എന്നും, അല്ലാത്ത പക്ഷം തങ്ങൾ അതിനെ നിയമപരമായിട്ടോ അല്ലാതെയോ അവർ നേരിടുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള വ്യാപാരികൾ പറയുന്നത്. എന്തൊക്കെയായാലും നമുക്ക് വ്യാപാരികളുടെ ആശങ്കകൾ മാറ്റപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവരുടെ ആശങ്കകൾ മാറ്റപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അക്ഷയോടൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.